ഞാൻ അനുഭവിച്ചതല്ലോ നിങ്ങൾക്കറിയോ? ആദ്യം അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പണി കിട്ടി, കണക്കിലേറെ കാശും കൈ വന്നപ്പോൾ അദ്ദേഹം തന്റെ സ്വഭാവം കാട്ടാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ഞാനൊരു അധികപ്പെട്ടായി മാറി. അത് തന്നെ. അതിന് നിങ്ങൾ ഒരുപാട് കാലമൊന്നും ഒന്നും ജീവിച്ചില്ലല്ലോ. ജീവിതം ഇനിയും ബാക്കി കിടക്കുമല്ലേ? അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഏത് കുടുംബത്തിലാണ് ഇല്ലാത്തത്? ചട്ടിയും കലമൊക്കെ ആവുമ്പോ ചട്ടിയിൽ മുട്ടി നോക്കി എന്ന് കരുതി എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞ് ബന്ധം ഉപേക്ഷിച്ച് നീ ഇങ്ങോട്ട് ഓടിപ്പോരുവാണ് ഓടി വേണ്ടത്? ശോശു, നീ ഒന്നോടെ ആലോചിക്കില്ല മോളെ. ഈ യൂറോപ്പിലൊക്കെ ഒന്ന് എത്തിപ്പറ്റാൻ ഇവിടെ ഉള്ള ഒരു ബേവറേജ് ക്യൂ നിൽക്കുമ്പോഴേ ക്യൂ നിൽക്കുന്നത്. ഈ UK സ്റ്റൈലും തായ്പിന്റെ സ്റ്റൈലും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണോ? അതൊക്കെ അവർക്കല്ലടി പറ്റൂ. നീ ഒന്ന് തിരിച്ചു പോയെന്റെ മോളെ. ഞാൻ അങ്ങോട്ടില്ല. നീ ഒന്നോടെ ആലോചിക്കന്റെ മോളെ ശോശു. നിങ്ങൾക്കറിയാമോ, ഇളയവർ 13 വയസ്സ് തികഞ്ഞതേ ഉള്ളൂ. അതിന് പിറ്റേ ദിവസം അവർ കറണ്ടിന്റെ കൂടെ ഓടിപ്പോയി. ഞാൻ ചത്തോ ജീവിച്ചിരിക്കുമ്പോ എന്ന് ഇതുവരെ അവളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. ചെറുക്കനാണ് 16 ആയുള്ളൂ. അവൻ എന്നേക്കാൾ 2-3 വയസ്സ് മൂത്ത ഒരു വെള്ളക്കാരിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് ഒന്ന് താമസമാക്കിയിട്ടുണ്ട്. ഇറക്കാമെന്നല്ലാതെ എനിക്ക് കടിച്ചിറക്കാന്. അല്ല, ദൈവത്തിന്റെ ഓരോ കളികളെ.
കുടുംബത്തിനൊരു അത്താണിയാകുമെന്ന് കരുതിയത് ദേ ഈ നിലയിലാണ്. കുടുംബത്തിനൊരു ഭാരമാകുമെന്ന് കരുതിയവനോ അവന്റെ മുതുകിലല്ലേ ഇപ്പൊ ഈ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ. ആവശ്യത്തിലേറെ ഭാരം ദൈവം ജനിച്ചപ്പോഴേ എൻ്റെ കൊച്ചിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കിഴി കൂടി അവന്റെ ജോലി തന്നെ ആകട്ടെ. വണ്ടിക്കാളയുടെ ജന്മമായി പോയി. നമ്മുടെ കുഞ്ഞുമോനിങ് എത്താറായില്ലേ അമ്മച്ചി? അവൻ നാട്ടിലുള്ള സഹകാല കാമുകികാമന്മാരുടെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് ബൂത്തും അടച്ചേച്ച് വരുമ്പോഴേക്കും ഇന്ന് പാതിരാക്കോഴി പോവും. കരോട് വരുന്നതിന് മുമ്പ് ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. പട്ടി കുറയ്ക്കണുണ്ട്. കുഞ്ഞുമോ വരണുണ്ടാവും. അവൻ തന്നെ ആണല്ലോ. അവന്റെ നിഴല് കണ്ടാ മതി ഏത് ചാകാൻ കിടക്കുന്ന പട്ടിയും ഒന്ന് പോകും. എടി അതൊന്നും അല്ലടി, അവനെ കണ്ടിട്ട് പട്ടി പേടിച്ചു കൊലക്കുന്നതാടി. ഇത് പണ്ടാരായിട്ട് പറഞ്ഞ പോലെ ആയല്ലോ. പട്ടിയെ കണ്ട് പട്ടനെ പേടിച്ചു, പട്ടനെ കണ്ട് പട്ടിയും പേടിച്ചു. എടി ശോശാമേ, നീ പോയി അവനിത്തിരി ചായവെള്ളം ഉണ്ടായിക്കൊണ്ടുവരുന്നു. വിശന്ന് പൊരിഞ്ഞായിരിക്കും പാവം കയറി വരുന്നത്. കഴിക്കാനും എന്തെങ്കിലും ഉണ്ടോ നോക്കടി. ഞാൻ എടുക്കാം. എന്റെ അടുത്ത് വേണ്ട നിന്റെ കളി. ഞാനൊരു ബൂത്ത് എന്തൊരു ചൂട്. ഈ വീട് എന്നൊരു AC ആക്കാൻ പറ്റുമോ? അല്ല, ഇവരുള്ളവരൊക്കെ എവിടെ പോയി? അമ്മച്ചേ, അമ്മച്ചേ, ഞാൻ വന്നമ്മച്ചേ. വരുന്നടാ കുഞ്ഞുമോനെ. ഇതെന്ത് പറ്റി? പതിവുള്ള ഒച്ചക്കാരൊന്നും കേൾക്കാനില്ലല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? നിങ്ങളെ മോന്ത കണ്ടിട്ട് ഒരുമാതിരി ഈ ഐഡിയ സ്റ്റാർട്ടിങ്ങുള്ള ഇലുമിനേഷൻ കൊണ്ട് കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. ഈ ഫ്ലാറ്റ് പോയ പോലെ. ഇനിയൊന്നും കാണണ്ടല്ലോ. ഫ്ലാറ്റും പോയി, എല്ലാം പോയി. എന്ത് പറ്റിയ പറ്റി? എന്നാ പറ്റാനാ? ഇവിടെ ഇരുന്ന ടിവിയെ ഇന്റെ അപ്പച്ചൻ കൊണ്ടുപോയി വിറ്റ് കള്ളു കുടിച്ചടാ. അത് നന്നായി. ഇനി നിങ്ങളുടെ തകതിരി മാത്രം കണ്ടാ മതിയല്ലോ. ജീവിതത്തിൽ ആദ്യമായി എന്റെ അപ്പച്ചനൊന്നും നല്ല കാര്യം ചെയ്തല്ലോ. കൈ കൊള്ളാൻ പറ്റാ പതുക്കെ പിടിച്ച് പറഞ്ഞു പോകും. ഈടാ, ഇത് ക്രിസ്തുമസ് ആയിട്ട് അപ്പച്ചനൊന്നും വാങ്ങിയില്ലേടാ? പിന്നെ അതൊരു മകന്റെ കിടന്നേറ്റ അപ്പച്ച. അപ്പച്ചനുള്ള ഭാഷ കുടിച്ച് ചാകെ അത്രയും തന്നെ എന്നാടാ പറഞ്ഞു. അല്ല, ഈ കേക്കിന്റെ കാര്യം പറയുമായിരുന്നേ. അമ്മച്ചി കേക്ക്, ഈ കേക്കിനൊക്കെ ഇപ്പൊ എന്നാ വിലയാ? ഈ ഊത്തിലെ പണിയൊക്കെ നിർത്തി വല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിയാലേ ഇനിയുള്ള കാലം ഒരു കേക്കൊക്കെ മേടിക്കാൻ പറ്റൂ.